ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഈ ടൈറ്റിൽ കണ്ടുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർഗറാണ്. അതെ, അതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. ആബ്സല്യൂട്ട്ലി എനിത്തിങ്. നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും ട്യൂട്ടോറിയൽസും മാത്രമല്ല ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വി ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് നമ്മുടെ ചിക്കൻ്റെ ബോണില്ലാത്ത പീസസ് നോക്കി മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണ്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലെ ബണ്ണിനകത്ത് കട്ട്ലേറ്റ് വെച്ചിട്ടുള്ള ഉടായി പൈറ്റം അല്ലേ ഇത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 2 സവാള ഇതുപോലെ അരിഞ്ഞിട്ട്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. നിങ്ങൾ എത്ര ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ബ്രെഡാണ്. അത് ബ്രെഡിൽ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ മാത്രമായിട്ട് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കുക. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. നമ്മളിവിടെ എടുത്തേക്കുന്ന ഒലിവ് ഓയിലാണ്. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ സവാള അതിലോട്ട് ഇങ്ങനെ നൈസായിട്ട് ഇടുക. പിന്നെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലൊക്കെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊരു ബ്രൗണിഷ് കളർ ആവുന്നതിന് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. സോൾട്ട് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ ബ്രെഡ് മുറിച്ചെടുക്കുക. ഇനി നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സവാളയിലും വെളുത്തുള്ളിയിലോട്ട് നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് നൈസായിട്ട് മിക്സ് ചെയ്യുക. ഒരു ബ്രൗണിഷ് ഗോൾഡൻ കളർ ആവുന്നതിന് വരെ നമ്മളിത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഏകദേശം സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിക്കകത്തോട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പെപ്പറും ഷുഗറും സോൾട്ടും ഒക്കെ ഇട്ട് വഴറ്റിയെടുത്ത് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ ഗ്രൈൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു മിക്സ്ചർ കിട്ടും. ഈ മിക്സ്ചർ നമ്മൾ വേറെ ഒരു ബൗളിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബോൺലെസ് ചിക്കൻ എടുത്ത് ഇതിലോട്ട് വെക്കുക. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഇടാം. കുറച്ച് ഓയിലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്. ഓയിലൊക്കെ ഒഴിച്ചു. ഇനി ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ്ട് നല്ല കുട്ടപ്പനായിട്ട് അങ്ങനെ എടുക്കുക. ഇനി ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ കൈയും കൊണ്ട് തന്നെ റോൾ ചെയ്ത് നമുക്ക് വേണ്ടി എത്ര ബർഗറാണ് അതിനനുസരിച്ച് നമ്മൾ വെക്കുക. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മോzzarella ചീസാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ മോzzarella ചീസ്, ഈ ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് പാത്രത്തിലോട്ട് വെക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചീസ് എടുത്തിട്ട് നമ്മുടെ ആ റോളിനകത്തോട്ട് വെച്ച് ഒന്നും കൂടെ നമ്മളിത് നൈസായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമ്മളിത് നൈസായിട്ടൊന്ന് പരത്തി എടുക്കുക. നമ്മുടെ ബർഗറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തി എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രൈയിങ് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്.
എന്നിട്ട് നമ്മൾ പരത്തി വെച്ചേക്കുന്ന നമ്മുടെ ഈ പാറ്റി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോഴേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതവിടെ കിടന്ന് കുക്കാവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചേർക്കാനുള്ളതാണ്. നമ്മുടെ പാറ്റിയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ശരിക്കും കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പാറ്റീസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു 2 മുട്ട എടുത്തിട്ട് അത് നമ്മൾ നൈസായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതും നമ്മുടെ ബർഗറിനകത്ത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ റെഡി ആയിരിക്കുന്ന പാറ്റീസ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട മുട്ട നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ പാറ്റീസ് വെക്കാനുള്ള ബണ്ണ് നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 by 1 ആയിട്ട് നമ്മുടെ പാറ്റീസും നമ്മുടെ ബർഗറിനുള്ളിലെ ഫില്ലിങ്സും ഒക്കെ നമുക്ക് ആഡ് ഓൺസും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പാറ്റിക്കുള്ളിൽ ഓൾറെഡി മോzzarella ചീസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അഡീഷണൽ ചീസ് ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. മയനേസ് വേണ്ടിയവർക്ക് മയനേസും ആഡ് ചെയ്യാം ഇതിലോട്ട്. യെസ്, അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഡെലീഷ്യസ് ഡബിൾ പാറ്റി മോzzarella ചീസ് ബർഗർ എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. സൂപ്പർ സാധനം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത തവണ കാണാം. ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ.